അപ്പോൾ മഴ വരുന്നതിന് മുമ്പ് നമ്മളുടെ കാര്യങ്ങൾ പറഞ്ഞു തീർക്കണം. ഇതിൽ നമുക്ക് വെള്ളം കയറും തോറും നമുക്കിതിൽ സിഗ്നൽ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അതെങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു സാധനമാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇതിന്റെ വർക്കിംഗ് എന്താണെന്നുള്ളത് ഞാൻ കാട്ടിത്തരാം. അതിലേ കാണുന്ന വയർ വെള്ളത്തിനകത്ത് ഇട്ടാൽ മാത്രം മതി. വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഓരോ ലൈറ്റായിട്ട് കത്തിക്കൊണ്ടേയിരിക്കും. എക്സാമ്പിൾ, ആ ഒരു വയർ നമ്മൾ അക്വേറിയത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മീനിന് വെള്ളം കൊടുക്കുന്ന സമയത്ത് വെള്ളം ഫില്ലാവുമ്പോൾ നമുക്ക് ഈ ഒരു ലൈറ്റ് മൂല്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് മച്ചാമാരെ ഫോൺ ക്യാമറ യൂസ് ചെയ്താണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് ക്ലിയർ അല്ല. എന്തായാലും നമുക്ക് ഇരുട്ടത് വെച്ച് ഈ ഒരു ലൈറ്റ് കാണിച്ചു തരാൻ സാധിക്കും. നമ്മൾ റൂമിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഏറ്റവും താഴെ വെള്ളം ഇരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് താഴത്തെ ലൈറ്റ് കത്തുക. സോ സ്റ്റെപ്പായിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഓരോ ലൈറ്റും മുകളിലേക്ക് കത്തുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ മച്ചാമാരെ, നമ്മളിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക, ഏറ്റവും സിമ്പിൾ പരിപാടിയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനം തന്നെ ആദ്യം നോക്കാം. ഒരു HW ബാറ്ററി ആണി വളച്ചിട്ട് അതൊരു കൊക്കി പോലെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം വേണ്ടത് 4 ലൈറ്റ് ആണ്. ശേഷം നമുക്ക് ഈ ബാറ്ററി കണക്ട് ചെയ്യാനുള്ള 2 പിന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ടേപ്പും കാര്യങ്ങളൊന്നും നമുക്ക് നിർബന്ധമില്ല. എന്തായാലും നമ്മൾ ഇനി അടുത്തത് വയറാണ് നമുക്ക് നിർബന്ധമായിട്ടും വേണ്ടത്. ഇതിന് നമുക്ക് ആവശ്യമുള്ളത് ഏറ്റവും ലോ ക്വാളിറ്റി വയർ, അതായത് ഏറ്റവും ഗേജ് കുറഞ്ഞ വയർ മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. സോ നമ്മൾ എന്തായാലും 2 കോർ വയറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ 2 കോർ വയറിനെ നമ്മൾ സിംഗിൾ ആക്കി എടുക്കണം. അതായത് ഇതിനകത്ത് 2 വയർ ഉണ്ടാവും. അത് നമുക്ക് സിംഗിൾ ആയിട്ട് മാത്രം ആവശ്യമുള്ളൂ. മച്ചാമാരി, സിംഗിൾ ആയിട്ട് വയർ കിട്ടുകയാണെങ്കിൽ അത് മേടിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇതിൽ നിന്ന് നമുക്ക് സ്ലീവ് എടുത്തു കളയാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. സോ എന്തായാലും സിംഗിൾ ആയിട്ട് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ഉചിതം. എന്തായാലും ആവശ്യമുള്ള ഭാഗം മാത്രം തന്നെ നമ്മൾ സ്ലീവ് എടുത്ത് കളയുന്നുള്ളൂ. മച്ചാമാരി, ഈ ഒരു ലൈറ്റിനകത്ത് നമുക്ക് പ്ലസ് മൈനസും ജോയിന്റ് ആയിട്ടാണ് വരിക. അതിൽ നമ്മൾ പ്ലസ് മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എല്ലാ ലൈറ്റിലും പ്ലസ് മൈനസും എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്ലസ് മാത്രം അതിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിലുള്ള എല്ലാ പ്ലസ്സിലും നമുക്ക് ഓരോ വയർ വെച്ച് നമുക്ക് ജോയിന്റ് ചെയ്ത് കൊടുക്കണം. ഇനി 4 വയർ നമ്മൾ ജോയിന്റ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു എല്ലാ വയറും നമുക്ക് സ്റ്റെപ്പായിട്ട് ഒന്ന് ടേപ്പ് ചെയ്തെടുക്കണം. അതായത് കുറച്ച് വൃത്തിക്ക് വേണ്ടി മാത്രം ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് എല്ലാ വയറും ചേർന്ന് നമ്മളൊരു മടക്ക് കൊടുക്കണം. അതായത് നമ്മൾ ഈ ബാറ്ററി വെച്ചതിന് ശേഷം ബാറ്ററിനേക്കാളും ഹൈറ്റ് കൂടിയിട്ട് വേണം നമുക്ക് ഈ ഒരു മടക്ക് കൊടുക്കാനായിട്ട്. ഇതെല്ലാം ഒന്ന് ടേപ്പ് അടിച്ച് എടുത്തതിന് ശേഷം നമുക്ക് ഇനി ബാറ്ററി ഫിക്സ് ചെയ്ത് കൊടുക്കണം. ബാറ്ററി നമ്മൾ നേരെ ആ ഒരു ലൈറ്റിന്റെ പിന്നാലെ ഡബിൾ ടേപ്പ് വെച്ച് നമ്മളൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി മച്ചാമരെ, നമുക്ക് ആ ഒരു 2 പിന്നെടുത്ത് നമുക്ക് ബാറ്ററിയിൽ ജോയിന്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ അതിന് സ്ലീവ് കളഞ്ഞിട്ടുണ്ട്. സ്ലീവ് കളഞ്ഞ് ഇനി നമ്മൾ ജോയിന്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇത് രണ്ടും സെപ്പറേറ്റ് ആക്കി ഇൻസുലേഷൻ ടേപ്പ് കൊണ്ട് 2ലും അടിച്ചു കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ആ ഒരു 2 പിന്നിലുള്ള ബ്ലാക്ക് വയർ എടുത്ത് നമ്മൾ ഈ ഏറ്റവും ടോപ്പിലുള്ള ലൈറ്റിന്റെ മൈനസ് വയറിൽ വേണം കൊടുക്കാൻ. അതിലുള്ള മറ്റേ വയർ നമ്മൾ അതിൽ ജോയിന്റ് ചെയ്തതിന് ശേഷം അത് വെള്ളത്തിനകത്ത് ഇടാനുള്ളതാണ്. അത് സെപ്പറേറ്റ് ആക്കി വെക്കുക മച്ചാമരെ. അപ്പൊ നമ്മൾ ആ 2 പിന്നിലുള്ളത് ഒന്ന് നമ്മൾ ലൈറ്റിന്റെ മൈനസിലും കൊടുത്തു. ബാക്കിയുള്ള ഒരു വയർ നമ്മൾ നേരെ ബാക്കിയുള്ള വയറിന്റെ കൂടെ ജോയിന്റ് ചെയ്ത് എടുക്കുകയാണ്. ഈ ഒരു വയർ മാത്രം ഡബിൾ ആക്കി എടുക്കുകയാണ്, കാരണം സ്ലീവ് കളയാൻ വയ്യ. അതുകൊണ്ടാണ് ഡബിൾ ആക്കി എടുത്തത്. ഇനി മുത്തുമണികളെ, ഇതൊന്ന് ചെക്ക് ചെയ്ത് എടുക്കണം. അത് എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം. ഏറ്റവും ലാസ്റ്റുള്ള വയർ നമ്മൾ ഏറ്റവും നീളത്തോടു കൂടി വിടണം. അതിന്റെ മുകളിലുള്ള ലൈറ്റിന്റെ വയർ നമ്മൾ കുറച്ചുകൂടി മുകളിലോട്ട് വെക്കണം. അതുപോലെ ഏറ്റവും ടോപ്പിലുള്ള ലൈറ്റിന്റെ വയർ ഏറ്റവും ടോപ്പിൽ വേണം ആ ഒരു വയർ നിൽക്കാനായിട്ട്. ഇതിൽ നടക്കുന്ന പ്രോസസ്സ് എന്താണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം മച്ചാമരെ. ഇതിൽ നമുക്ക് ഒന്നുമില്ല, നമ്മൾ ഈ ഒരു മൈനസ് വയർ എല്ലാം കൂടി നമ്മൾ ലൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ബാറ്ററിന്റെ മൈനസിലോട്ട് കൊടുത്തു. പിന്നെ പ്ലസ് വയർ നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ മുകളിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ലൈറ്റിന്റെ ഓരോ പ്ലസ് വയറും നമ്മൾ ഓരോ സ്റ്റെപ്പിലാണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. അവസാനം ആ ഒരു ബാറ്ററിത്തെ പ്ലസ് വയർ നമ്മൾ വെള്ളത്തിനകത്ത് ഇട്ടിട്ടുണ്ട്. സോ പ്ലസ് വഴി നമുക്ക് ഈ ഒരു കറണ്ട് പാസ്സായിട്ട് മൈനസിലോട്ട് പോകുന്ന സമയത്തായിരിക്കും ഈ ഓരോ ലൈറ്റും കത്തുക. ഇതിന്റെ മച്ചാമരെ ഏറ്റവും ഹെവി ആയിട്ടുള്ള സെറ്റപ്പ് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സോ എന്തായാലും നമ്മൾ ആ ഒരു വീഡിയോയും കൂടി ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഒരുപാട് വെള്ളമുള്ള ഒരു ടാങ്കിൽ ഇത് വർക്കിംഗ് ആവില്ല, ഉറപ്പായിട്ടും ആവില്ല. കാരണം എന്ന് പറഞ്ഞാൽ ആകപ്പാട് ഇതിൽ ചെറിയ ബാറ്ററിയാണ്. അതുകൊണ്ട് ഇത് ഒരുപാട് വെള്ളം ഉണ്ടാകുന്ന സമയത്ത് ഇതിൽ വർക്കിംഗ് ആവില്ല. നമ്മൾ ചുമ്മാ അങ്ങോട്ട് ഫണ്ടിന് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ എന്തായാലും സബ് ചെയ്തിട്ട് പോവാം.